ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പപ്പട ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10-12 പപ്പടം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ ഏതാണോ എന്നിട്ട് ഈ എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് കൂട്ടാനൊന്നും ഇല്ലാത്ത ടൈമിൽ ഈ ഒരു ചമ്മന്തി മാത്രം മതിട്ട് ചോറ് മുഴുവൻ തിന്നാനായിട്ട്. അപ്പോൾ മറ്റൊന്നും കൂട്ടാൻ വെക്കാനോ ചമ്മന്തി അരക്കാനോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പപ്പട ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഓരോ പപ്പട കഷ്ണങ്ങളാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നാൽ ഇതുപോലെ ഒരു കോരി ഉപയോഗിച്ചിട്ട് എടുത്ത് മാറ്റാവുന്നതാണ്. ഞാൻ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഈ പപ്പടങ്ങളൊക്കെ പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള പപ്പടം ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് മുഴുവനും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ ഏകദേശം ഒരു 10-12 ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ ഒന്ന് നടു കീറിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 4 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് വറ്റൽമുളക് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക എന്തെങ്കിലും ചെയ്യാം. ഇനി ഇതൊക്കെ നല്ല രീതിയിലൊന്ന് ഈ വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇനി ഫ്രൈ ചെയ്തതിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഒന്ന് ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇനി നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള പപ്പടവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ഒന്ന് മിക്സിയുടെ ജാറിൽ ഒരു ഒറ്റ പ്രാവശ്യം തിരിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വെച്ച് അതിൻ്റെ ഒരു നീര് മാത്രം 2 ടേബിൾ സ്പൂൺ, ഒരു പുളിയുടെ വെള്ളം മാത്രം 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊക്കെ കൂടി നല്ല രീതിയിലൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. ഇത് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.